ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയുടെ 4ാം ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ ഈ തലമുറ വീണ്ടെടുക്കപ്പെടുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവവിചാരം മനുഷ്യഹൃദയങ്ങളിൽ അറ്റുപോയതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലും സഭയിലുമുള്ള ആത്മീയവും ധാർമ്മികവുമായ തകർച്ചകളുടെ കാരണം. സ്വർഗം അതിയായി ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ തലമുറയിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് തീ പോലെ പടരുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. കർത്താവിൻ്റെ പരിശുദ്ധ വചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശമഴ ചൊരിയുകയും ചെയ്തു. ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങി. എത്ര ശക്തമായ ദൈവത്തിന്റെ വചനമാണിത്! കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത ശക്തിയാൽ ഭൂമി കുലുങ്ങുകയാണ്. ആ ദേശം മുഴുവൻ പ്രകമ്പനം കൊള്ളുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന ജനം മുഴുവൻ ദൈവഭയത്താൽ നിറയുകയാണ്. എവിടെ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം വെളിപ്പെടുന്നുണ്ടോ അവിടെ ദൈവഭയത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കും. ദൈവ സാന്നിധ്യ ബോധം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടലാണ് ആവശ്യമായിരിക്കുന്നത്. എവിടെയെല്ലാം ദൈവ സാന്നിധ്യം പ്രകടമാകുന്നുവോ അവിടെ ജനം ദൈവഭയത്താൽ പൂരിതമാകുകയാണ്. ആ വചനം ഒരിക്കൽ കൂടെ ഒന്നിച്ച് നമുക്ക് വായിക്കാം. ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങി. ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങി. സഹോദരങ്ങളെ, ആകാശമഴ ചൊരിഞ്ഞു. കണ്ടുകൊണ്ട് നിന്ന ദൈവജനം മുഴുവൻ ദൈവഭയത്താൽ നിറയപ്പെട്ടു. ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും സമർപ്പിത സമൂഹങ്ങളിലും ലോകം മുഴുവനിലും ദൈവ സാന്നിധ്യത്തിന്റെ ശക്തമായ വെളിപ്പെടൽ ഉണ്ടാകുവാൻ, അതുവഴി ദൈവജനം മുഴുവൻ ദൈവഭയത്തിന്റെ ആത്മാവിൽ പൂരിതമാകുവാൻ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. അതിനുള്ള സമയമായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 12-ാം വചനത്തിൽ ആദ്യ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പത്രോസ്ലീഹ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുകയാണ്. ഈ സുവിശേഷ പ്രഘോഷണം കേട്ട സകലരിലും എന്താ ഉണ്ടായത്? ഈ വചന കേൾവിയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. 2:12 പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു, ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്ന്. ഈ വചനങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഓരോരുത്തരും അവരുടെ മാതൃഭാഷയിലാണ് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു, ഇതിന്റെ എല്ലാം അർത്ഥമെന്തെന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അവർ ദൈവഭയത്തിൽ നിറയുകയാണ്. പരിഭ്രമിച്ചു. എൻ്റെ സഹോദരങ്ങളെ,
ഇത് വെറും മാനുഷികമായ ഒരു പരിഭ്രമമല്ല. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. ആ ഒരു വിധ ടെൻഷനോ പരിഭ്രമോ അല്ല. കർത്താവിന്റെ ജീവനുള്ള വചനത്തിന്റെ ശക്തിയാൽ ദൈവജനം നിറയപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവൃത്തികൾ ജനം അനുഭവിച്ചപ്പോൾ അവരെല്ലാം ദൈവഭയത്തിൽ നിറയുകയാണ്. ദൈവഭയത്തിന്റെ ആത്മാവ് അവിടെയെല്ലാം വ്യാപരിക്കുകയാണ്. അവർ അത്ഭുതത്തോടെ പരിഭ്രമിച്ചുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിലും സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പ്രബലപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ദൈവഭയത്തിന്റെ ആത്മാവ് എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കുവാൻ ഒരു മനസ്സോടെ നമ്മൾ നിലവിളിക്കാൻ പോവാണ്. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ അല്പം യാചനാപൂർവം തുറന്നു പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്നൊരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ദൈവഭയത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവഭയത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ, എല്ലാവരെയും നിറയ്ക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവേ, കുടുംബങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, എല്ലാ ജനപദങ്ങളിലേക്കും വരണമേ, എല്ലാ ജനപദങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓരോ ആത്മാവിലും ഓരോ ആത്മാവിലും ദൈവഭയം നിറയട്ടെ, ദൈവഭയം നിറയട്ടെ. ദൈവവിചാരത്തോടെ ജീവിക്കുവാൻ, ദൈവവിചാരത്തോടെ ജീവിക്കുവാൻ എല്ലാ ജീവിതങ്ങളെയും എല്ലാ ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഉണർത്തണമേ, ഉണർത്തണമേ, പ്രചോദിപ്പിക്കണമേ. പ്രചോദിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നമ്മൾ ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവ് ദൈവഭയത്തിന്റെ ആത്മാവായി എല്ലാ ഇടങ്ങളിലും വെളിപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക്, ലോകം മുഴുവനിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവ് തീ പോലെ പടരുവാൻ കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ, ദൈവവിചാരം നൽകണമേ. കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവവിചാരം അറ്റുപോയി കാലഘട്ടത്തിൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നിച്ച് വിളിച്ചു പ്രാർത്ഥിച്ച് വലിയ ദാഹത്തോടെ വിളിച്ചൊരു 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ, ദൈവഭയത്തിന്റെ ആത്മാവായി പ്രവർത്തിക്കണമേ. കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് എല്ലാവരും ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ സഭ മുഴുവനിലും. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു ഈ തലമുറയിൽ പെയ്തിറങ്ങട്ടെ. ദൈവഭയത്തിന്റെ ആത്മാവ് പെയ്തിറങ്ങട്ടെ ഈ കാലഘട്ടത്തിന്റെ മേൽ. എല്ലാവരും ഒന്നിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആഗ്രഹത്തോടെ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ പകരണമേ, എല്ലാ ഇടങ്ങളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരണമേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാം ഉണർത്തണമേ, ദൈവഭയത്താൽ ഉണർത്തണമേ, ദൈവഭയത്താൽ ഉണർത്തണമേ.
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, മഴയായി പെയ്യട്ടെ. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി ഈ അഭിഷേക നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ഈ അഭിഷേക കൃപകൾക്കായി സ്തുതിക്കുന്നു. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ നിറയുവാൻ, ദൈവഭയത്തിന്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടുവാൻ, ഈ തലമുറയെ ദൈവവിചാരത്താൽ വീണ്ടെടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ദൈവഭയത്തിന്റെ ആത്മാവായി വരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം, യുവജനങ്ങൾ, ദമ്പതിമാർ, സമർപ്പിതർ, സന്യസ്തർ, ബഹുമാനപ്പെട്ട വന്യവൈദികർ എല്ലാവരും ദൈവഭയത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഇന്ന് മറ്റെന്തിനേക്കാളും ചോദിക്കേണ്ടത് ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്. നമ്മുടെ കുടുംബങ്ങൾക്കായി ചോദിക്കുക, നമ്മുടെ മക്കൾക്കായി ചോദിക്കുക, നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായി ചോദിക്കുക, നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾക്കായി ചോദിക്കുക, ഈ ലോകം മുഴുവനും വേണ്ടി ചോദിക്കുക. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കരങ്ങൾ കോർത്തു പിടിച്ച് ചോദിച്ച് ചോദിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ പകരുക, പകരുക, കർത്താവേ പകരുക. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ഒരാഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങി വരട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ദൈവഭയത്തിൻ ആത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ ഞങ്ങളിൽ വന്നു സഭ മുഴുവനിലും നിറയട്ടെ. സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ അരൂപി കത്തി പടരട്ടെ. സ്പിരിറ്റ് മൂവ്. ഞങ്ങളിൽ വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ഞങ്ങൾ ഉണർത്തുക പരിശുദ്ധാത്മാവേ. ദൈവവിചാരത്തോടെ എപ്പോഴും ജീവിക്കുക, ദൈവഭയത്തിൽ എപ്പോഴും വളരുക. അഭിഷേകം ചെയ്യണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. Spirit, anoint us, anoint us. പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. 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 പരിശുദ്ധ അമ്മേ, കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, സകല വിശുദ്ധരെ മലാഖമാരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും സ്വസ്ഥമായി ഇരിക്കുകയാണ്. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ നിർമ്മലമായ വചനം നമുക്ക് സ്വന്തമാക്കുക. തൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്
ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ റിസൾട്ട്സുകളാണ്, അതിൻ്റെ ഫലങ്ങളാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, 6-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം ഈ വചനത്തിൽ പരിശുദ്ധ റൂഹ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ മക്കളും അവരുടെ മക്കളും എന്ന് പറഞ്ഞാൽ തലമുറകളിലേക്കാണ് ഈ അഭിഷേകം വ്യാപരിക്കേണ്ടത്. തലമുറകളിലേക്ക് ദൈവഭയത്തിൻ്റെ അരൂപി കത്തിപ്പടരണം. നിങ്ങളുടെ തലമുറകൾ മുഴുവൻ കർത്താവിനെ ഭയപ്പെട്ട് ജീവിക്കണം. ദൈവവിചാരം അറ്റുപോയ ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം വചനത്തിലൂടെ കണ്ടതാണ്. ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ അറിയിച്ചു. ദൈവഭയത്തോടെ ജീവിക്കേണ്ടതിൻ്റെ അത്യാവശ്യകത ഈ നാളുകളിൽ. എൻ്റെ സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും അവരുടെ മക്കളും എന്ന് പറഞ്ഞാൽ തലമുറകളിലേക്കാണ് ഈ അഭിഷേകം കടന്നു വരുന്നത്. ദൈവഭയത്തോടെ നമ്മൾ ജീവിക്കുന്നവരാകണം. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. ആദിമസഭയിലെ വിശ്വാസികള് അവർ ദൈവഭയത്തോടെ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സഭയിൽ സമാധാനമുണ്ടായി, വളർച്ചയുണ്ടായി, സ്നേഹവും പങ്കുവെക്കലിൻ്റെ അനുഭവവും ഉണ്ടായി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 43-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാവരിലും ഭീതിയുളവായി, സഭ മുഴുവനിലും ദൈവഭയമുളവാവുകയാണ്. എല്ലാവരിലും ഭീതിയുളവായി അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനത്താൽ ആദിമ സഭ സമ്പന്നമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ മൂലം സഭ മുഴുവനിലും വലിയ ഭീതി ഉണ്ടാവുകയാണ്, ദൈവഭയം ഉണ്ടാവുകയാണ്. ലോകം സഭയെ ഭയപ്പെട്ടു. സഭയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട്, സഭയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ലോകം നോക്കിക്കാണുകയാണ്. ലോകം സഭയെ ഭയപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് മാനുഷികമായ ഭയമല്ല, ഇത് കർത്താവിനോടുള്ള റെവറൻസ് ആണ്. ആ ദൈവഭയത്തിൻ്റെ ആത്മാവാണ് ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത്. എല്ലാവരിലും ഭീതിയുളവായി സഭയിൽ വെളിവാക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ദൈവജനം മുഴുവൻ ദൈവഭയത്താൽ നിറയപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ സഭയ്ക്ക് ആവശ്യം ഈ അഭിഷേകമാണ്. ഇന്ന് കർത്താവിൻ്റെ വന്യവൈദികർക്കും സമർപ്പിതർക്കും, കർത്താവ് വിളിച്ച തൻ്റെ ആത്മായ പ്രേക്ഷിതർക്കും ദൈവജനം മുഴുവനും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ദൈവഭയത്തിൻ്റെ ആത്മാവിനെയാണ്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ, അതിന് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇന്ന് കണ്ണുനീരോടെ നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ദൈവവിചാരം അറ്റുപോയി തലമുറയിൽ ദൈവഭയത്തിൻ്റെ ആത്മാവിനെ വർഷിക്കണമേ. ഈ തലമുറയെ ദൈവഭയത്താൽ വീണ്ടെടുക്കുവാൻ,
ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വിളി നമ്മൾ മറന്നു പോകരുത്. ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അതിൽ ഒന്നാമത്തെ റിസൾട്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ അനുഭവം നമുക്കുണ്ടാവുകയാണ്. ശ്രദ്ധിക്കണമേ, എല്ലാവരും ശ്രദ്ധിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ അനുഭവം അത് വെറുമൊരു തോന്നലല്ല, അത് വെറുമൊരു പ്രചോദനമല്ല. പ്രകടമായി നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് പഴയ നിയമങ്ങളിൽ കാണുന്നുണ്ട്. സീനായ് മലമുകളിൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഇടിമിന്നലും മിന്നൽ പിണറുകളെല്ലാം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആ സ്ഥലം കുലുങ്ങുകയാണ്. 68 സങ്കീർത്തനം 8 നമ്മൾ കണ്ടു, ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങി. ശ്രദ്ധിക്കണമേ ആ വചനം. അത്രമാത്രം ഭീതിജനകനായ ദൈവം, മഹത്വപൂർണനായ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മധ്യ ഇറങ്ങി വരുമ്പോൾ അവിടെ ഭൂമി കുലുക്കമുണ്ടാവുകയാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 18-ാം വചനത്തിൽ എന്താ വചനം പറയുന്നത്? പുറപ്പാട് പുസ്തകം 20-18 ആ വചനം ശ്രദ്ധിക്കാം. ഇടിമുഴക്കവും കാഹളധ്വനിയും കേൾക്കുകയും മിന്നൽ പിണരുകളും മലയിൽ നിന്നുയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് വിറച്ചു. ഇത് മാനുഷികമായ ഭയമല്ല, ഹോളി ഫിയർ, ആ ഹോളി റെവറൻസ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഈ അഭിഷേകത്തിലാണ് വളരേണ്ടത്. കർത്താവിനോടുള്ള ഭയഭക്തി, ആദരവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മുടെ ശക്തി കെട്ടുപോകുന്നതിൻ്റെ കാരണം. ഇന്ന് സഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കർത്താവിനോട് ഉണ്ടായിരിക്കേണ്ട ആ ഭയഭക്തി, ആദരവ്, ആ റെവറൻസ് ഇന്ന് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം വെളിപ്പെടുകയാണ്. അത് പ്രകടമായി ജനം അനുഭവിക്കുകയാണ്. അതനുഭവിച്ചപ്പോൾ അവർക്കുണ്ടായ ആ ഫീൽ എന്താണ്? അവരെല്ലാം ദൈവഭയത്താൽ നിറയപ്പെട്ടു. ദൈവഭയത്താൽ നിറഞ്ഞു. ജനം മുഴുവൻ ഭയന്ന് വിറച്ച് അവർ അത്ഭുതപ്പെടുകയാണ്. ഇതെന്തൊരു തേജസ്സാണ്! ഇതെത്രമാത്രം ഉന്നതമായൊരു മഹത്വമാണ്! ജനം ഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം ദൈവം നമ്മളിലേക്ക് പകരുകയാണ്. നിയമാവർത്തന പുസ്തകം അവിടെ 5-ാം അധ്യായം 26-ാം വചനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നുണ്ട്. എന്തെന്നാൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള മർത്യർ വേറെ ആരുള്ളൂ? അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് ജീവിക്കുന്ന ദൈവം സംസാരിക്കുകയാണ്. മഹത്വപൂർണമായ ശബ്ദം മുഴങ്ങുകയാണ്. കാഹളധ്വനി പോലെയുള്ള ശബ്ദം, ഇടിമുഴക്കത്തിൻ്റെതുപോലെയുള്ള ശബ്ദം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ എല്ലാം ദൈവ സാന്നിധ്യമാണ് വെളിപ്പെടുന്നത്. ഈ ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടൽ ഉണ്ടാകുമ്പോൾ ജനം മുഴുവൻ ദൈവഭയത്തിന്റെ ആത്മാവിൽ നിറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യം ഇതാണ്. ഇന്ന് കർത്താവിന്റെ വന്യവൈദികർക്ക്, കർത്താവിന്റെ സമർപ്പിതർക്ക്, സന്യസ്തർക്ക്, കർത്താവിന്റെ ആത്മായ പ്രേക്ഷിതർക്ക്, കർത്താവിന്റെ കുടുംബസ്ഥർക്ക്, യുവജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവജനം മുഴുവനും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്. എൻ്റെ സഹോദരങ്ങളെ, സാർവത്രിക സഭയ്ക്ക് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വലിയൊരു വരദാനമാണ്
കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം. 1967 അമേരിക്കയിലെ പെൻസിൽവാനിയ ആ സ്റ്റേറ്റിലെ പീറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട വൈദികർ നടത്തിയിരുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഡ്യൂക്കൻസ് യൂണിവേഴ്സിറ്റി. അതിലെ ഏതാനും വിദ്യാർത്ഥികൾ അവർ ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നത് പോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് സഭയിൽ പ്രകടമായി കാണുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ, വരദാന ഫലങ്ങളിൽ വേരൂന്നിക്കൊണ്ടുള്ളൊരു ജീവിതം ഇന്ന് വെളിപ്പെടുന്നില്ല. പലപ്പോഴും ആത്മീയ ജീവിതം ഒരു വരൾച്ചയുടെ ഒരു ഉണങ്ങിയിരിക്കുന്നൊരവസ്ഥ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അഭിഷേകവും അനുഭവിക്കാൻ പറ്റുന്നില്ല. ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടൽ അവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല. അതിലേതാനും വിദ്യാർത്ഥികൾ ഒരു കാര്യം തീരുമാനിച്ചു. 1967 ഫെബ്രുവരി 17, 18, 19 അതൊരു വീക്കെൻഡ് ആയിരുന്നു. അവർ ആ വീക്കെൻഡിൽ 3 ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുമായി ഒരു ചെറിയ ധ്യാനം അവരവിടെ അറേഞ്ച് ചെയ്യുകയാണ്. അതിൽ 1-2 വൈദികരുണ്ട്, 1-2 പ്രൊഫസേഴ്സ് ഉണ്ട്, 25ഓളം സ്റ്റുഡൻസ് വിദ്യാർത്ഥികളുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ ഇവർ ആവർത്തിച്ച് വായിച്ച് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഇവർ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു, അതിശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടൽ അവിടെ ഉണ്ടായി. എല്ലാവരുടെ മേലും ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കൃപാവരങ്ങൾ വെളിപ്പെട്ടു. പുതുഭാഷകളിൽ, അന്യഭാഷകളിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയായിട്ടും ഈ ആത്മപകർച്ചയുടെ അനുഭവം അവരെ വിട്ടുമാറിപ്പോയില്ല. എല്ലാവരും ദൈവ സാന്നിധ്യത്താൽ പൂരിതമായി. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി അവർ അനുഭവിക്കുകയാണ്. അത് വെറും ഒരു തോന്നലല്ല, കൃത്യമായി അവർ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരു എൻകൗണ്ടർ അവർക്ക് ലഭിക്കുകയാണ്. പുലർച്ചെ 3 മണി വരെ ഇത് തുടരുകയാണ്. ആ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കത് സ്ക്രീനിലോട്ട് നോക്കി ആ വാക്കുകൾ വായിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ പ്രകടമായി വ്യാപരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ വിദ്യാർത്ഥി സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവ ഭയം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സഹോദരങ്ങളെ സംഭവിക്കുന്നത്. ദൈവ സാന്നിധ്യം പ്രകടമായി നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവഭയത്തിന്റെ ആത്മാവിൽ നിറയപ്പെടും. നമുക്ക് ഇന്നത് അനുഭവിക്കാൻ പറ്റാത്തതാണ് നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിയാതെ പോകുന്നത്. ഈ തലമുറയിൽ ദൈവവിചാരം അറ്റുപോകുന്നതിന് കാരണം ദൈവ സാന്നിധ്യം മങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ സഹോദരങ്ങളെ, അവരെല്ലാം ദൈവഭയത്തിൽ നിറഞ്ഞു. എന്താ പറയുന്നത്? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ഞങ്ങൾ ഭയപ്പെട്ടു. കാരണം അവിടുന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളേറെ സ്നേഹിക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ ഭയന്നു. ദൈവമേ, ഈ ഭയം പട്ടിയെ കാണുമ്പോൾ പോലെയുള്ളൊരു പേടിയാണോ? ആണോ സഹോദരങ്ങളെ? പാമ്പിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു സ്വാഭാവികമായ ഭയമാണല്ല. കർത്താവിന്റെ ആ മഹത്വപൂർണമായ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്ന ദൈവഭയത്തിന്റെ ആത്മാവ്. ഞങ്ങൾ അവിടുത്തെ ആരാധിച്ചു. തുടർന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്, അന്നാദ്യമായി എന്താണ് ആരാധന എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ദൈവം എല്ലാറ്റിനെയും സംഹരിക്കുന്ന അഗ്നിയാണെന്ന അനുഭവം ഞങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ കത്തുന്ന അനുഭവം ഞങ്ങൾ നുകർന്നു. ശ്രദ്ധിക്കണമേ,
ദൈവ സാന്നിധ്യത്തിന്റെ കത്തുന്ന അനുഭവം ഞങ്ങൾ നുകരുകയാണ്. ഈ അനുഭവത്തിൽ ഒരു ആത്മാവ് നിറയപ്പെടുമ്പോൾ ആ ആത്മാവ് ദൈവഭയത്താൽ പൂരിതമാകുകയാണ്. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് എന്തുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? അതിന്റെ ഒരു പ്രധാന കാരണം കർത്താവുമായി നമുക്കൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നില്ല. ജീവിക്കുന്ന ദൈവ സാന്നിധ്യം പ്രകടമായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അധപതിച്ചു പോയി സഹോദരങ്ങളെ. ഈ അധപതനത്തിന് കാരണം എന്താ? നമുക്ക് കർത്താവിൽ എൻകൗണ്ടർ ഉണ്ടാകുന്നില്ല. ആ വിദ്യാർത്ഥി സാക്ഷ്യപ്പെടുത്തുകയാണ്, ദൈവ സാന്നിധ്യത്തിന്റെ കത്തുന്ന അനുഭവം ഞങ്ങൾ സ്വന്തമാക്കി. ഞങ്ങൾ ദൈവഭയത്താൽ നിറയപ്പെട്ടു. ഞങ്ങളെല്ലാം ദൈവഭയത്താൽ നിറയപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ സീനായ് മലമുകളിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ, ദൈവ സാന്നിധ്യം പ്രകടമാകുമ്പോൾ ആ ജനത്തിനുണ്ടാകുന്ന ഫീലിംഗ് നിങ്ങൾ ആ വീഡിയോയിലൂടെ നോക്കിക്കേ. എന്താണ് ജനം അനുഭവിക്കുന്നത്? ജനം മുഴുവൻ ദൈവഭയത്താൽ നിറയപ്പെടുകയാണ്. എവിടെ ദൈവ സാന്നിധ്യത്തിന്റെ വെളിപ്പെടലുണ്ടോ അവിടെ ദൈവഭയത്തിന്റെ ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് നോക്കിയ അവരെല്ലാം അത്ഭുതപ്പെടുന്നു. ആ സീനായ് മലമുകളിൽ കണ്ടോ, ദൈവത്തിന്റെ മഹത്വം അഗ്നിയായി വെളിപ്പെടുകയാണ്. അഗ്നിയായി ജനം ഭാവിട്ട് കരയുകയാണ്, ജനം ഭാവിട്ട് നിലവിളിക്കുകയാണ്. അവരെല്ലാം ഹൃദയം നുറുങ്ങുകയാണ്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ദൈവഭയത്താൽ നിറയുകയാണ്. ഇതാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. ഇതാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം, നമ്മുടെ കൂട്ടായ്മകൾക്ക് ആവശ്യം. നമ്മളിത് മനസ്സിലാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 9:19 ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ വചനം ഒന്ന് ശ്രദ്ധിച്ച്. എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു. അതിനാൽ എനിക്ക് ഭയമായിരുന്നു. ശ്രദ്ധിക്കണമേ, ദൈവത്തെ മുഖാമുഖം കണ്ട മോശ പ്രവാചകനാണിത് പറയുന്നത്. എനിക്ക് ഭയമായിരുന്നു. മോശ ദൈവഭയത്താൽ നിറയപ്പെട്ടവന. കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ മോശ ഭയപ്പെടുകയാണ്. എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എപ്രകാരം ഒരു ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മഹത്വപൂർണനായ ദൈവം. ഒരു വഴിപോക്കനെ കാണുന്നത് പോലെ, ഒരു അപരിചിതരെ കാണുന്നത് പോലെ നമ്മൾ കർത്താവിനെ കാണരുത്. നമ്മൾ കർത്താവിനെ ആരാധിക്കരുത്. നമ്മൾ കർത്താവിനെ പിൻപറ്റരുത്. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം പറയുന്നു, ദൈവഭയത്തോടെ, ഭയഭക്തി ആദരവോടെ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുക, ആരാധിക്കുക. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രകടമായ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ റിസൾട്ട് എന്താണ് സഹോദരങ്ങളെ? ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, അത് സഭയിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, കൂട്ടായ്മകളിലാകട്ടെ, എവിടെയെല്ലാം ദൈവഭയത്തിൻ്റെ അരൂപി വെളിപ്പെടുന്നുവോ അവിടെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൽ ദൈവജനം വളരുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൽ കർത്താവിൻ്റെ ജനം വളരുന്നൊരു അനുഭവം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സുഭാഷിത പുസ്തകത്തിൽ 2-ാം അധ്യായം അവിടെ 5-ാമത്തെ വചനമാണ്. സുഭാഷിതങ്ങൾ 2:5 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. ശ്രദ്ധിക്കണമേ, നമ്മൾ ദൈവഭയത്തിൻ്റെ ആത്മാവിൽ നിറയുമ്പോൾ, ദൈവഭയം നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ദൈവഭയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ മഹത്വം,
ദൈവത്തിൻ്റെ കാരുണ്യം, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത, അവിടുത്തെ സ്നേഹം, അവിടുത്തെ ദയ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്. നാം ദൈവത്തിൽ വളരുന്നൊരനുഭവം, ദൈവത്തിൻ്റെ സ്വഭാവത്തെ അനുഭവിച്ച് വളരുന്നൊരു അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 1:17 പറയാണ്. അവിടെ എന്താ പറയുന്നത്? അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടട്ടെ. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ദൈവം പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക്, ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, അപ്പൊ ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൽ വളരുവാൻ നമുക്ക് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രകാശം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് എനിക്ക് ഭയഭക്തി ആദരവോടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നത്, കർത്താവിനെ ആരാധിക്കാൻ പറ്റുന്നത്, കർത്താവിനെ അനുഗമിക്കാൻ പറ്റുന്നത്, എൻ്റെ കർത്താവിനെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത് അവൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, അവൻ്റെ നിത്യമായ തേജസ്സിനെക്കുറിച്ച്, അവൻ്റെ സ്നേഹത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച്, മാറ്റമില്ലാത്ത കാരുണ്യത്തെക്കുറിച്ചുള്ള ആ റെവലേഷൻ, ആ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ, അത് വെറും ഒരു ഇന്റലക്ച്വലായ അറിവല്ല, ഇറ്റ്സ് എ റെവലേഷൻ, അതൊരു വെളിപാടാണ്. ആ വെളിപാടിൽ നമുക്ക് വളരുവാൻ സാധിക്കുകയാണ്. ഇതെപ്പോഴാണ് നമുക്ക് കഴിയുന്നത്? ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ. അതാ സുഭാഷിതങ്ങൾ 2:5 കണ്ടത്. നീ ദൈവഭയം എന്തെന്ന് ഗ്രഹിക്കുമ്പോൾ, നീ ദൈവഭയം സ്വന്തമാക്കുമ്പോൾ, നീ ദൈവഭയത്തോടെ ജീവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടും. ഹല്ലേലൂയ പറയേ, ഹല്ലേലൂയ. എപ്പോഴാണ് ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടിൽ, അറിവിൽ നമുക്ക് വളരാൻ കഴിയുന്നത്? നമ്മൾ ദൈവഭയം ഗ്രഹിക്കുമ്പോൾ, നമ്മൾ ദൈവഭയത്തെ സ്വന്തമാക്കുമ്പോൾ, നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കുമ്പോഴാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരുവാനായി ആരംഭിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 28-29 വചനം ആക്ഷരികമായി അനുഭവിക്കുവാൻ കഴിയുന്നത്. സുസ്ഥിരമായൊരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. എന്താ കാര്യം? അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന, ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഇങ്ങനെ നമ്മൾ അർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കണം, എന്താണ് ദൈവത്തിന് സ്വീകാര്യമായ ആരാധന? എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഒരുമിച്ച വചനം വായിച്ച് നമ്മുടെ കർത്താവിന് സ്വീകാര്യമായ ആരാധന നമ്മൾ എങ്ങനെയാ സമർപ്പിക്കേണ്ടത്? ഭയഭക്തി ആദരങ്ങളോടെ അപൂർണമായ റെവറൻസ്, ഹോളി റെവറൻസ് നമുക്കുണ്ടാകണം. ഈ റെവറൻസ് എപ്പോഴാണ് വരുന്നത്? നാം ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്. അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ, പരിശുദ്ധനിൽ പരിശുദ്ധനായ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുമ്പോഴല്ലേ ഈ ഭയഭക്തി ആദരവ് നമുക്കുണ്ടാകുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു വെളിപാട്, കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ഒരു വെളിപാട്, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ഇത് ദൈവകരുണയുടെ കാലഘട്ടമാണ്, കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആ റെവലേഷൻ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഭയഭക്തി ആദരവ് വർദ്ധിക്കുന്നത്. ഭയഭക്തി ആദരവോടെ നമുക്ക് ആരാധിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ കെയർലെസ് ആകും. ഇത് അനേകരെ അനാസ കാണിക്കുന്നതിന് കാരണം എന്താ? അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആ റെവലേഷൻ കിട്ടുന്നില്ല. ഇന്ന് പലരും അനാദരവ് കാണിക്കുന്നു, ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നു. എന്താ അതിന്റെ കാരണം? അവർക്ക് ഈ വെളിച്ചം കിട്ടിയിട്ടില്ല. അവരുടെ ഹൃദയത്തിൽ ഈ വെളിച്ചം പ്രകാശിതമായിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള വെളിച്ചം, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള വെളിച്ചം,
ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള വെളിച്ചം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള വെളിച്ചം, നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ ദയയെക്കുറിച്ചുള്ള വെളിച്ചം അവർക്ക് കിട്ടാത്തത് കൊണ്ട് ഡിസ്റെസ്പെക്റ്റ് കാണിക്കുന്നു, കർത്താവിനോട് അനാദരവ് കാണിക്കുന്നു, കർത്താവിനോട് അനാസ്ഥ കാണിക്കുന്നു, റെവറൻസ് നഷ്ടപ്പെട്ട്. എൻ്റെ സഹോദരങ്ങളെ, പലരും നിഷ്ക്രിയത്വത്തിലേക്കും അലസതയിലേക്കും അശ്രദ്ധയിലേക്കും പോകുന്നു. എത്ര കൃത്യമാണ്, നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നോക്കി, എത്ര കൃത്യമാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള വെളിച്ചം, ആ വെളിപാട് നമ്മൾ പ്രകാശിക്കുമ്പോഴാണ് ഭയഭക്തി ആദരവോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ. ശ്രദ്ധിക്കണമേ, ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മുടെ കർത്താവിനെ അനുഗമിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ധീരതയോടെ പ്രഘോഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഒന്നിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ പകരണമേ. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിലവിളിയോടെ പ്രാർത്ഥിക്കേ. ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള ബോധ്യം നിന്റെ അകത്ത് കത്തട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചുള്ള ഒരു പ്രകാശം നിനക്ക് ലഭിക്കട്ടെ. ദൈവത്തിന്റെ കാരുണ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള റെവലേഷൻ, സ്പാർക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നമുക്ക് ഈ ഭയഭക്തി ആദരവുണ്ടാകുന്നത്. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ഹോളി സ്പിരിറ്റ് ആത്മാവേ ഭയഭക്തി ആദരവോടെ കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. ദൈവഭയത്തിൻ ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. എത്ര പേര് ആഗ്രഹിക്കുന്നു? ദൈവഭയത്തിൻ ആത്മാവേ റെവലേഷൻ ഞങ്ങൾക്ക് തരണമേ. ഈ വെളിപാട് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. സ്പിരിറ്റ് മൂവ്, സ്പിരിറ്റ് അനോയിൻസ്. സഹോദരങ്ങളെ, ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണത്. മൂന്നാമത്തെ റിസൾട്ട് എന്താണ്? മൂന്നാമത്തെ റിസൾട്ട് പാപത്തിനെതിരായിട്ടുള്ള, ശ്രദ്ധിച്ച് കേൾക്കണമേ, പാപത്തിനെതിരായിട്ടുള്ള വിശുദ്ധ ഭയം നമ്മിൽ രൂപപ്പെടുകയാണ്. ഹോളി ഫിയർ. ഇന്ന് നമുക്കിത് നഷ്ടപ്പെട്ടു പോയതാണ്. പാപത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളും ഈ തലമുറയിൽ ഇത്തരത്തിൽ വർദ്ധിക്കുവാനുള്ള കാരണം. വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, ദൈവനിഷേധം, ദൈവദൂഷണം, വ്യഭിചാരം, അഭിഹിതപേക്ഷകൾ, ജഡീക പാപങ്ങൾ, സെയിം സെക്സ് മാരേജ് എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള അരാജകത്വങ്ങളും ഇന്ന് സീമാതീതമായി വർദ്ധിക്കാനുള്ള കാരണം, എൻ്റെ സഹോദരങ്ങളെ, ഈ ഹോളി ഫിയർ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, വെളിപ്പെടുമ്പോൾ, പാപത്തിനെതിരായിട്ടുള്ള വിശുദ്ധ ഭയം നമ്മിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ മാത്രമാണ് വിശുദ്ധിയുടെ ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. നമ്മുടെ വിശുദ്ധ ജീവിതം ശക്തമാകുന്നത് എപ്പോഴാ? ദൈവഭയത്തിൻ്റെ ആത്മാവിൽ ഞാനും നിങ്ങളും നിറയപ്പെടുമ്പോൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വചനത്തിൽ നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധമായ വചനം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും. എല്ലാവരും ഒരുമിച്ച് വചനം വായിച്ചേ. നിങ്ങളെ പരീക്ഷിക്കുന്നതിനും
പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ്. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം. ശ്രദ്ധിച്ച് വായിക്കണമേ. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ കഴിയണമെങ്കിൽ നമ്മിൽ എന്ത് വേണം? ദൈവഭയത്തിന്റെ ആത്മാവ് വേണം. ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ പാപത്തിനെതിരായ ഒരു വിശുദ്ധ ഭയം, ഈ വിശുദ്ധ ഭയമാണ് പാപത്തെ വിട്ടുപേക്ഷിക്കുവാനുള്ള കൃപ നമുക്ക് തരുന്നത്. പാപത്തെ പൂർണ്ണമായും വിട്ടുകളയാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം നിങ്ങളുടെ മധ്യേ വന്നിരിക്കുന്നത്. ഹല്ലേലൂയാ. എത്ര അർത്ഥവത്തായൊരു വചനമാണ് സഹോദരങ്ങളെ, ശ്രദ്ധിക്കണമേ. ദൈവഭയമുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് പാപത്തിനെതിരായിട്ടുള്ള വിശുദ്ധമായ ഭയം ഉണ്ടാകുന്നത്. നമ്മൾ ആദിമസഭയിലേക്ക് നോക്ക്. ആദിമസഭയിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് അതിശക്തിയോടെ പ്രവർത്തിച്ചിരുന്നു. ആദിമസഭയിലെ വിശ്വാസികള് ദൈവഭയത്തിൻ്റെ ആത്മാവിൽ പൂരിതരായവരായിരുന്നു. ഒരു ചെറിയ പാപം പോലും കർത്താവ് കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. കാരണം അല്പം പുളിപ്പ് മതി മുഴുവൻ മാവിനെയും പുളിപ്പിക്കുവാനായിട്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 4-5 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? അനനിയാസിനോട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസ്ലീഹ ചോദിക്കുന്ന ചോദ്യമാണ്, അനനിയാസേ, പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. ശ്രദ്ധിക്കണമേ. പത്രോസ്ലീഹ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അനനിയാസിന്റെ മേൽ ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. എൻ്റെ സഹോദരങ്ങളെ, ആ ദൈവഭയം അവനിൽ വെളിപ്പെടുകയാണ്. കേട്ടോ, എത്ര വലിയ പാതകമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. മാനുഷികമായി പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ വിശ്വാസികളായ നമ്മെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനനിയാസ് വലിയൊരു വിശുദ്ധനാണ്. തൻ്റെ സ്വന്തം പറമ്പ് വിറ്റ പൈസ, തൻ്റെ സ്വന്തം പറമ്പ്, നാട്ടുകാരുടെ പറമ്പല്ല, തൻ്റെ സ്വന്തം സ്ഥലം വിറ്റത്, അതിൽ 95% അദ്ദേഹം കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സഭയ്ക്ക് സമർപ്പിച്ചു. ഒരു 5% അദ്ദേഹം മാറ്റിവെച്ചു. പക്ഷെ അവിടുത്തെ വിഷയം എന്താ? എല്ലാം സമർപ്പിക്കുന്നത് പോലെ അദ്ദേഹം അഭിനയിച്ചു, കാപട്യത്തോടെ പെരുമാറി. ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ ഹൃദയത്തെ ഒത്തിരിയധികം വേദനിപ്പിക്കുന്ന പാപമാണ് കാപട്യം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, കപട നാട്ടിക്കാരെ, നിങ്ങൾക്ക് ദുരിതം. അനനിയാസും സഫീറയും അഭിനയിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ഈ പാപത്തോട് ദൈവം ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ സഭ മുഴുവനിലും ഈ പുളിപ്പ് വർദ്ധിക്കും. സഭ മുഴുവനും വഷളത്വത്തിലേക്ക് പതുക്കെ പോകും. ആദിമസഭയിൽ ദൈവാത്മാവിന് ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. 5-ാമത്തെ വചനം എന്താ പറയുന്നത്? ഈ വാക്കു കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണു മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി. അവരിലെല്ലാം ദൈവഭയം രൂപപ്പെടുകയാണ്. അവരെല്ലാം ഭയപ്പെടുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട്, ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ട് ജനം മുഴുവൻ ദൈവഭയത്തിൽ നിറഞ്ഞു. പാപം ചെയ്യില്ല. ഒരു ചെറിയ പാപത്തെ പോലും നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തിന് പാപവുമായി ഒരു ഇടപാടുമില്ല. നമ്മുടെ കർത്താവ് സത്യമായും പരിശുദ്ധരിൽ പരിശുദ്ധരാണ്. ഇത് സഭ മുഴുവനിലും ദൈവജനം മുഴുവനും ഭയവിഹുലരായി. മാനുഷികമായ ഭയമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ രൂപപ്പെടുകയാണ് ഈ ദൈവഭയത്തിൻ്റെ അരൂപി. അതാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഈ ആത്മാവാണ് കർത്താവിന് യോഗ്യമാംവിധം ജീവിക്കുവാൻ നമുക്ക് ശക്തി തരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ,
ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. ഹല്ലേലൂയ. ജനം മുഴുവൻ ഭയവിഹുലരായി അവർ ദൈവഭയത്തിൽ നിറയുകയാണ്. 5:11 ഇതേ വചനം കർത്താവ് ആവർത്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:11 എന്താ പറയുന്നത്? സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും ഗ്രേറ്റ് ഫിയർ എന്ന് പറയുന്നത് വലിയ ഭയമുണ്ടായി. ശ്രദ്ധിക്കണമേ, വലിയ ഭയമുണ്ടായി. അത് മാനുഷികമായ ഭയമാണോ? അല്ല. ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ട്, ദൈവത്തിന്റെ പ്രവർത്തനം കണ്ട് ഒരു പാപത്തെയും കർത്താവ് വെച്ചു പൊറുപ്പിക്കുന്നില്ല. അത് മുളയിൽ തന്നെ നുള്ളിക്കളയുകയാണ്. കണ്ടു, ഈ ദൈവീക പ്രവർത്തനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാ സഭ മുഴുവനിലും ജനം മുഴുവനിലും എന്തുണ്ടായി? വലിയ ഭയമുണ്ടായി. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യം ഇതാണ്. എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ലെവലിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തി. ഇന്ന് എന്തൊക്കെയാ സഭയിൽ സംഭവിക്കുന്നത്? അനുസരണക്കേടുകളും അനൈക്യങ്ങളും ഭിന്നതകളും വിഭാഗീയതകളും അതുപോലെ തന്നെ അവിശ്വസ്തതകളും അശുദ്ധ ജീവിതങ്ങളും. ഇതാരാ ചെയ്യുന്നത്? കർത്താവിനാൽ വിളിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ ജനമാണ്. എന്താ കാരണം? ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോയി. എന്നാൽ ആദിമ സഭയിൽ നോക്ക്, ഒരു ചെറിയ പാപത്തെ പോലും അവിടെ വെച്ച് പൊറുപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഈ ദൈവപ്രവൃത്തി കണ്ട് ജനം മുഴുവൻ ഭയപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഈ വിധ പ്രവർത്തനങ്ങളാൽ സഭ നിറയപ്പെടുവാൻ, സഭ മുഴുവനിലും സഭാ മക്കളിൽ ദൈവഭയത്തിന്റെ ആത്മാവ് എല്ലാവരിലും നിറയപ്പെടുവാൻ, എല്ലാവരും ആത്മാവിനാൽ പൂരിതമാകുവാൻ, സഭ മുഴുവനിലും കാട്ടുതീ പോലെ ദൈവഭയത്തിന്റെ ആത്മാവ് കത്തി പടരുവാൻ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ സഭയിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, സഭയുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, സഭയുടെ യുവജനങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ സഭാ മക്കളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചത്. കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം വചനത്തിൽ എന്താണ് പൗലോസ്ലീഹ സഭയോട് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ, ശ്രദ്ധിക്കണമേ, അപ്പൊ ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധികളിൽ നിന്നും അവളെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ. വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. ദൈവഭയമില്ലാത്ത ഒരു വ്യക്തിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുകയില്ല, വിശുദ്ധിയിൽ വളരാൻ സാധിക്കുകയില്ല, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതാണ് വചനം പറയുന്നത്. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി പരിപൂർണമാക്കണമെങ്കിൽ നമ്മിൽ എന്തു വേണം? ദൈവഭയം വേണം. വിശുദ്ധരെ വിശുദ്ധരാക്കിയത് ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവ് എന്നെ വിട്ടുപോയാൽ ഞാൻ ജഡീകനായി. പിന്നെ എനിക്ക് എന്തുമാവാം.
ഫുൾ ഫ്രീഡം അല്ലേ? പിന്നെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. കർത്താവിൻ്റെ വചനത്തിനോ സുവിശേഷ സത്യങ്ങൾക്കോ പരിശുദ്ധ കുദാശകൾക്കോ ഒന്നിനും എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം ദൈവഭയത്തിൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോയാൽ പിന്നെ എനിക്ക് പാപബോധമില്ല, എനിക്ക് അനുതാപമില്ല, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയില്ല. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക, ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. അപ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ ദൈവഭയത്തിൻ്റെ ആത്മാവുണ്ടാകണം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ പൂർവ്വപിതാവായ പൂർവ്വ ജോസഫിനെ കുറിച്ച് കർത്താവിൻ്റെ വചനം എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം അവിടെ 18-ാം വചനത്തിൽ പൂർവ്വ ജോസഫിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന സാക്ഷ്യമാണ്. മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. ഒരുമിച്ച വചനം പറഞ്ഞ കാരണം ഞാൻ ദൈവഭയമുള്ളവനാണ്. ശ്രദ്ധിച്ച വചനം വായിക്കണമേ. പൂർവ്വ ജോസഫ് പറയുകയാണ്, ഞാൻ ദൈവഭയമുള്ളവനാണ്. അപ്പൊ ദൈവഭയത്തിൻ്റെ ആത്മാവ് പൂർവ്വ ജോസഫിന്റെ മേലുണ്ടായിരുന്നു. ഈ ആത്മാവ് പൂർവ്വ ജോസഫിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകം 39 നിങ്ങൾ വരിക. അവിടെ 7 മുതലുള്ള വചനങ്ങൾ നിർത്തി വായിക്കണം. ജോസഫ് അടിപൊത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക. ആ സ്ത്രീ പറഞ്ഞു, എന്റെ കൂടെ ശയിക്കുക, എന്റെ കൂടെ നീ പാപം ചെയ്യുക, എനിക്ക് നിന്റെ ശരീരം വേണം, നീ എന്റെ കൂടെ ശയിക്കുക, ഞാൻ നിനക്ക് ആവോളം സ്നേഹം തരാം, ഞാൻ നിനക്ക് സന്തോഷം തരാം. അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. സഹോദരങ്ങളെ, ജോസഫിന് കഴിവില്ലാഞ്ഞിട്ടല്ല, ജോസഫിന് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. ഉൽപ്പത്തി 42:18 നമ്മൾ കണ്ടു, ഞാൻ ദൈവഭയമുള്ളവനാണ്. പൂർവ്വ ജോസഫ് ആരായിരുന്നു? അപ്പൊ ദൈവഭയത്തിന്റെ ആത്മാവാണ് വിശുദ്ധിക്ക് വേണ്ടി അവിടെ നിലകൊള്ളുവാൻ പൂർവ്വ ജോസഫിനെ ശക്തിപ്പെടുത്തിയത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുമാത്രം പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ജനം മുഴുവൻ ദൈവഭയത്തിന്റെ ആത്മാവിൽ നിറയുവാൻ. അവൻ വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ സ്ത്രീയെ നോക്കി ജോസഫ് പറയുകയാണ്. എന്താ ജോസഫ് പറഞ്ഞത്? അവൻ അവളോട് പറഞ്ഞു, ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായ ആരും ഈ ഭവനത്തിൽ ഇല്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായതുകൊണ്ടാണ്. എന്നിട്ട് ജോസഫ് പറയാണ്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഹല്ലേലൂയ. എത്ര ഷാർപ്പാണ് ഈ വാക്ക്! ഈ നീചമായ പ്രവൃത്തി ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ എങ്ങനെയാണ് പാപം ചെയ്യുക? എന്തുകൊണ്ട് ജോസഫ് ഇങ്ങനെ പറഞ്ഞത്? അവൻ ദൈവഭയമുള്ളവനായിരുന്നത് കൊണ്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവ് അവനിൽ ഉള്ളതുകൊണ്ട്. ഇന്നത്തെ ആധുനിക മനുഷ്യനാണ് ചോദിക്കും, ജോസഫേ നീ എന്തൊരു പൊട്ടനാ, എന്തൊരു മണ്ടനാ, ഇത്രയും നല്ല അവസരം കിട്ടിയിട്ട്. എൻ്റെ സഹോദരങ്ങളെ, ആധുനിക കാലത്തിന് മനസ്സിലാവില്ല ദൈവഭയത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം. ആധുനിക ലോകത്തിന് ഗ്രഹിക്കാൻ പറ്റുകയില്ല ദൈവഭയത്തിൻ്റെ ആ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും. 10-ാം വചനത്തിൽ പറയാ, അനുദിനം പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്?
അവളോടുകൂടെ ശയിക്കാനോ അവളോടുകൂടെ ശയിക്കാനോ അവളുടെ അടുത്ത് ഇരിക്കാനോ അവൾ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ജോസഫ് കൂട്ടാക്കിയില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ദൈവഭയം ഉണ്ടായിരുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ്? ദൈവഭയമുള്ളത് കൊണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മിൽ ശക്തിയോടെ പ്രവർത്തിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 20:11 പറയുന്നുണ്ട്. അവിടെ അബ്രഹാമാണ് പറയുന്നത്, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എൻ്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. ദൈവഭയം ഇല്ലാത്ത നാടായതുകൊണ്ട് എന്ത് തോന്നിവാസം അവിടെ നടക്കുകയാണ്. വഴിവിട്ട മ്ലേച്ഛതകള്, ലൈംഗിക അരാജകത്വങ്ങള്, എല്ലാവിധ വൃത്തികേടുകള് ഈജിപ്തിൽ നടമാടുന്നൊരു കാലം. അതുകൊണ്ട് പേടിച്ച് അബ്രഹാം പറഞ്ഞു, സാറയെ നോക്കി, ഇവളെൻ്റെ സഹോദരിയാണെന്ന്. ദൈവഭയമില്ലാത്ത. അപ്പം ദൈവഭയം എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ എല്ലാവിധ അരാജകത്വങ്ങളുമുണ്ട്. അപ്പം ഇന്ന് ഈ ലോകത്തിൻ്റെ അരാജകത്വത്തിന് കാരണമെന്താ? ഈ ലോകത്തിലുള്ള ഈ പാപമ്ലേച്ഛതകളുടെ കാരണമെന്താ? ഈ ദൈവനിഷേധത്തിന്, ദൈവദൂഷണത്തിന് കാരണമെന്താ? ദൈവഭയം നഷ്ടപ്പെട്ടതാണ്, ദൈവവിചാരം അറ്റുപോയതാണ്. എൻ്റെ സഹോദരങ്ങൾ, അപ്പോൾ ഇതിനെ വീണ്ടെടുക്കാനുള്ള വഴി എന്താ? ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. അതാണ് ഇവിടെ ജോസഫ് ചെയ്തത്. അവൻ വിശുദ്ധിയോടെ ജീവിച്ചു. അപ്പോൾ പാപത്തിനെതിരായിട്ടുള്ള ഒരു വിശുദ്ധ ഭയം, ഹോളി ഫിയർ നമുക്ക് ലഭിക്കുകയാണ്. ഈ വിശുദ്ധ പരിശുദ്ധമായ ഭയമാണ് വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമത്തെ റിസൾട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന നാലാമത്തെ റിസൾട്ട് ആഴമേറിയ പാപബോധവും മനസാന്തരവുമാണ്. ആദ്യ പെന്തക്കോസ്തയിൽ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ഈ ആത്മാവ് ഇറങ്ങി വന്നു. ദൈവഭയത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. അപ്പോസ്തല പ്രവൃത്തി 2:37 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. അവർ പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. എന്താണ് ചോദിച്ചത്? സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷാൽ വി ഡു? അവർക്ക് വലിയ അനുതാപം ഉണ്ടാവുകയാണ്, മാനസാന്തരത്തിന് കൃപ ലഭിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതെപ്പോഴാണ് സംഭവിച്ച്? ദൈവഭയത്തിൻ്റെ ആത്മാവ് ആ ജനത്തിന് മേൽ വന്നപ്പോൾ അവരിൽ വലിയ അനുതാപമുണ്ടായി, ഹൃദയം നുറുങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി, അവർ വാവിട്ട് കരയാൻ തുടങ്ങി. കർത്താവെ, തെറ്റിപ്പോയി കർത്താവെ, ഞങ്ങളിൽ ഒരുപാട് പാപമുണ്ട്. അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആഴമേറിയ മാനസാന്തരം ഉണ്ടാവുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:11 പറയുന്നുണ്ട്, പൗലോസ്ലീഹായുടെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? 17, 18, 19 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമേ. എഫെസസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും വിവരം അറിഞ്ഞു. അവർ ഭയപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവർത്തനങ്ങൾ കണ്ട് ജനം ഭയപ്പെടുകയാണ്. അങ്ങനെ കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടു. ഈ ദൈവഭയത്തിന്റെ ആത്മാവിടെ വെളിപ്പെട്ടപ്പോൾ 18ാമത്തെ വചനം പറയുന്നു, എന്താ സംഭവിച്ചത്? കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് കണ്ടു, അനുതാപത്തോടെ തങ്ങൾ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കുറ്റം സമ്മതിച്ചു. ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ പാപം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അപരാധം ചെയ്തു. കുറ്റം സമ്മതിക്കുകയാണ്. ഇതെപ്പോഴാ അവർക്ക് ലഭിച്ചത്? ദൈവഭയത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അനുതാപമുണ്ടാകുന്നു, കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. 19ാം വചനത്തിൽ പറയാണ്, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. പാപത്തിന്റെ
അല്ലെങ്കിൽ പൈശാചികമായ സ്വാധീനം കടന്നു വരുന്ന എല്ലാ ബന്ധങ്ങളും എല്ലാ ഇടപാടുകളും അവരെ മാറ്റിക്കളയുകയാണ്, അവരത് അവസാനിപ്പിക്കുകയാണ്, അവരതെല്ലാം വിട്ടുപേക്ഷിക്കുകയാണ്. എപ്പോഴാണ് സഹോദരങ്ങളെ? അവർ ദൈവഭയത്തിൽ നിറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു. പൗലോസ്ലീഹായിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയപ്പോൾ അവർ ഭയപ്പെട്ടു, അവരിൽ ദൈവഭയം ഉളവായി. ഈ ദൈവഭയത്തിൻ്റെ ആത്മ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അനുതാപമുണ്ടായി, ദുർനടപടികൾ ഏറ്റുപറഞ്ഞു, കുറ്റം സമ്മതിച്ചു, അവർ മാനസാന്തരപ്പെട്ടു, അവർ അവരുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയൊരു റിസൾട്ടാണ് സഹോദരങ്ങളെ. നമ്മൾ സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ഉണർവുകളെ കുറിച്ച്, റിവൈവലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 1904 വെയിൽസിൽ വെച്ച് നടന്ന ശക്തമായൊരു റിവൈവലായിരുന്നു. അവിടെ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഏതാനും ചെറുപ്പക്കാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. പാപബോധം നഷ്ടപ്പെട്ട് മദ്യപാനത്തിലും ചൂതാട്ടത്തിലും വ്യഭിചാരത്തിലും തനി ലൗകികരും ജഡീകരുമായി ജീവിച്ച തൻ്റെ സമൂഹത്തെ കണ്ട് ഏതാനും ചെറുപ്പക്കാർ ഹൃദയ തകർച്ചയോടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നിലവിളിയോടെ അവർ നാളുകൾ പ്രാർത്ഥിച്ചു. തൽഫലമായി വെയിൽസിൽ അതിശക്തമായ ആത്മമാരി വർഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ സംഭവിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഏതൊരു ഉണർവിലും ദൈവജനത്തിന് മേൽ പകരപ്പെടുന്നത് ദൈവഭയത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പ്രബലമായപ്പോൾ ജനം അനുദപിക്കാൻ തുടങ്ങി, ജനം മാനസാന്തരപ്പെടാൻ തുടങ്ങി. നമ്മൾ ആ റിവൈവലിൻ്റെ ഹിസ്റ്ററി, ആ ഉണർവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മദ്യശാലകൾ അടച്ചുപൂട്ടി, മദ്യം കഴിക്കും, പിന്നെ ആളുകളില്ല, അനുതാപമുണ്ടായി. മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടി. പ്രിയപ്പെട്ടവരെ, സിനിമാശാലകള്, ചൂതാട്ട സ്ഥലങ്ങള്, വ്യഭിചാരശാലകള്, ഇതെല്ലാം അടച്ചുപൂട്ടേണ്ടി വന്നു. ആ വെയിൽസിൽ വെളിപ്പെട്ട ഉണർവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, കോടതികളിൽ നിന്നും ആളുകളില്ല, കേസുകളില്ലാതായി, പോലീസുകാർക്കൊന്നും പണിയില്ല. ഒരിക്കൽ അവിടെ ഇത് സംഭവിച്ചൊരു കാര്യമാണ്. കോടതി മുറിയിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്നു. വാദിയും പ്രതിയും വിധി പരാജിത ജഡ്ജിയുടെ മേൽ ആത്മശക്തി ഇറങ്ങി. ഇത് വെച്ചുകെട്ടി പറയുന്നല്ല സഹോദരങ്ങളെ, അവർക്ക് പാപബോധമുണ്ടായി. അവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അസാധാരണമായ മാനസാന്തരങ്ങൾ. അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിലേക്കെല്ലാം ഈ പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി. അനേകം ചെറുപ്പക്കാരെ തങ്ങളുടെ പാപജീവിതം വിട്ടുപേക്ഷിച്ചു. 3 മാസത്തിൻ്റെ ഉള്ളിൽ 1,00,000 പേരാണ് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ചത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ, വെയിൽസിൽ അവിടുത്തെ സഭ ശക്തിപ്പെടുകയാണ്. അനേക അനുതാപ മാനസാന്തരം പരിശുദ്ധാത്മ സഭയ്ക്ക് നൽകുകയാണ്. എന്താ ഇതിൻ്റെ കാരണം? ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുകയാണ്. അപ്പം സഹോദരങ്ങളെ, എന്നിൽ നിങ്ങളിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആഴമേറിയ അനുതാപമുണ്ടാകുന്നു, മാനസാന്തരമുണ്ടാകുന്നു. നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ കർത്താവിനായി സമർപ്പിക്കുന്നു. കേരള സഭയിൽ ആഞ്ഞടിച്ച, നമുക്കറിയാം, കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ആഞ്ഞടിച്ച വലിയൊരു ആത്മീയ ഉണർവ്. ലക്ഷക്കണക്കിന് ആൾക്കാർ മാനസാന്തരപ്പെട്ടില്ലേ? എന്തുമാത്രം ചെറുപ്പക്കാര് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞ് സുവിശേഷ വേലയ്ക്കായി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു. ഞാനല്ല, എൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം സഹായിച്ചു. ഇങ്ങനെ എത്രയോ ടീനേജേഴ്സ്, എത്രയോ ബാലിക ബാലന്മാർ, യുവജനങ്ങൾ, കുടുംബസ്ഥർ, സമർപ്പിതർ, സന്യസ്തർ, ബഹുമാനപ്പെട്ട വന്യ വൈദികർ സുവിശേഷത്തിൻ്റെ തീനാവുകളായി സഭയിൽ കത്തിജ്വലിക്കുവാൻ കർത്താവ് കരുണ കാണിച്ചു. അനേക മാനസാന്തരങ്ങൾ പരിശുദ്ധാത്മാവ് കേരള സഭയ്ക്ക് നൽകി. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം ഒരു കാരണം ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. എന്തുമാത്രം കഠിന പാപികൾ മാനസാന്തരത്തിലോട്ട് വന്നു നമ്മൾ മനസ്സിലാക്കണം. ആഴമേറിയ അനുതാപവും പാപബോധവും നമുക്ക് ലഭിക്കുകയാണ്. അവസാനമായി എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവ ഭീതിയാൽ ദൈവജനം
സംരക്ഷിക്കപ്പെടുകയാണ്. ദൈവജനത്തെക്കുറിച്ചുള്ള ഒരു ദൈവഭീതി എല്ലാവരിലും ഉളവാകുകയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഏറ്റവും പ്രേഷ്യസ് ആയ കർത്താവിൻ്റെ സപ്താത്മാക്കളിൽ ഒന്നാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവഭയത്തിൻ്റെ ആത്മാവ്. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാം അധ്യായം 1-2 വചനങ്ങളിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പൂർവ്വ യാക്കോബ് ബേഥേലിലോട്ട് പോവുകയാണ്. കർത്താവ് പറയും, നീ അവിടെ ചെന്ന് എനിക്ക് വേണ്ടി ഒരു ബലിപീഠം പണിയുക. 2-ാം വചനത്തിൽ പറയുന്നു, കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോടും കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. നിങ്ങൾ ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറി നമുക്ക് ബേഥേലിലേക്ക് പോകാം. അവരെ ശുദ്ധീകരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, തൻ്റെ കുടുംബാംഗങ്ങളെയും തൻ്റെ മക്കളെയും തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം യാക്കോബ് ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ അവർ വസ്ത്രങ്ങൾ മാറി ബേഥേലിലേക്ക് പോവുകയാണ്. ഈ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി 4-ാമത്തെ വചനം പറയുകയാണ്, തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യ ദേവവിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു. അവൻ അത് ശെക്കേമിന് അടുത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചു മൂടി. അങ്ങനെ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. എൻ്റെ സഹോദരങ്ങൾ, ഈ സമയം എന്താ ഉണ്ടായത്? 5-ാമത്തെ വചനം ഒരുമിച്ച് കൃപയോടെ വചനം വായിച്ച്, അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതിയുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭയമുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വെളിപ്പെടുകയാണ്. ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുകയാണ്. ഇന്ന് സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവഭയത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആർക്കും കൊട്ടിയിറങ്ങാവുന്ന ചെണ്ട പോലെ കർത്താവിൻ്റെ സഭ മാറ്റപ്പെടുകയില്ല. അപ്പോസ്തല പ്രവൃത്തി 2:43 സഭയെക്കുറിച്ചുള്ള ഭീതി എല്ലാവരിലുമുണ്ടായി. ലോകം സഭയെ ഭയപ്പെട്ടു. സഭ ലോകത്തെ ഭയപ്പെടുകയില്ല, ലോകം സഭയെ ഭയപ്പെട്ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യാക്കോബിന്റെ മക്കളെക്കുറിച്ച്, യാക്കോബിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവഭീതി ആ ദേശാന്തരങ്ങളിലെല്ലാം വ്യാപരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവഭയത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുമ്പോൾ ദൈവജനം സുരക്ഷിതരാകും. ആ വചനത്തിന് അവസാന ഭാഗം നിങ്ങൾ കണ്ടേ, അവിടെ എന്താ സംഭവിച്ചത്? അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. ഉൽപ്പത്തി 35-ന്റെ 5-ാം വചനം എല്ലാവരും ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വായിച്ച്. അവിടെ പറയാണ്, ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല. കാരണം അവരിൽ ദൈവഭീതിയുണ്ടായി. യാക്കോബിന്റെ കുടുംബം സംരക്ഷിക്കപ്പെട്ടു, യാക്കോബിന്റെ മക്കള് സംരക്ഷിക്കപ്പെട്ടു. അവര് സംരക്ഷിക്കപ്പെട്ടത് മസിൽ പവർ കൊണ്ടാണോ? ആണോ സഹോദരങ്ങളെ? മസിൽ പവർ ആണോ? അവിടെ പൊളിറ്റിക്കൽ പവറാണോ? അവിടെ മണി പവർ, പണത്തിൻ്റെ ശക്തി കൊണ്ടാണോ? കഴിവ് കൊണ്ടാണോ? അല്ല. ദൈവഭീതി മൂലം, ദൈവഭയം മൂലം. മാതാപിതാക്കൾ ദൈവഭയത്തോടെ ജീവിച്ചാൽ നമ്മുടെ മക്കളെ ഒരു തിന്മയും അടിക്കത്തില്ല. കർത്താവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവഭയമുള്ള കുടുംബങ്ങളിൽ ദൈവ സംരക്ഷണമുണ്ട്. ദൈവഭയമുള്ള കൂട്ടായ്മകളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു തിന്മയ്ക്കും ഒരു ബാധയ്ക്കും അടിക്കുവാനോ തകർക്കുവാനോ സാധിക്കില്ല സഹോദരങ്ങളെ. അത്ഭുതകരമായ ദൈവിക സംരക്ഷണം കിട്ടുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോശുവയുടെ പുസ്തകം 6:1 നമ്മൾ കാണുന്നുണ്ട്, ദൈവജനത്തെ കുറിച്ചുള്ള ഭയം നിമിത്തം ജെറീക്കോ പട്ടണം അടച്ചു പൂട്ടിയെന്നാ പറയുന്നത്. കണ്ടു, ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കി. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. ദൈവജനത്തെ കുറിച്ചുള്ള ഭയം ഇത് കർത്താവിന് കൊടുക്കാൻ പറ്റും. ഇന്ന് സഭാ മക്കളായി നമ്മൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ പരിശുദ്ധ സഭയിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവ് സഭയിൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ
പ്രിയപ്പെട്ടവരെ, പിന്നെ സഭയെ അപഹസിക്കാൻ, സഭയെ പരിഹസിക്കാൻ, സഭയെ ദുഷിക്കാൻ, സഭയുടെ പൗരോഹിത്യത്തെ, സഭയുടെ സന്യാസത്തെ, സഭയുടെ ശുശ്രൂഷകളെ അവഹേളിക്കാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും പറ്റത്തില്ല. സഭയെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടും. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ അവസാനമായി വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ഫറവോയുടെ സൈന്യം പാഞ്ഞു വരുമ്പോൾ ദൈവം അവരെ ഭയപ്പെടുത്തി. തൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് അവരെ ഭയപ്പെടുത്തുകയാണ്. അത് മാനുഷികമായ ഭയമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പേടി പോലെ ഒരു സ്വാഭാവിക ഭയമല്ല സഹോദരങ്ങളെ. നിങ്ങളെ രംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്ന് ഈ ആത്മാവിനാൽ ഈ തലമുറ വീണ്ടെടുക്കപ്പെടണം. ഈ ആത്മാവിനാൽ സഭ ഉണർത്തപ്പെടണം. ഈ ആത്മാവിനാൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. നിങ്ങൾ ആ വീഡിയോ നോക്ക് സഹോദരങ്ങളെ. ഇതാ ഫറവോയാണ്, അവര് ഭയപ്പെടുകയാണ്. അവരെ ആ കുതിരകളെല്ലാം പിന്തിരിഞ്ഞു പോവുകയാണ്, പിന്മാറി പോവുകയാണ്. ദൈവജനത്തെ ഫോളോ ചെയ്യാൻ ഈജിപ്ത് സൈന്യത്തിന് കഴിയാത്ത വിധം കർത്താവ് തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, തന്റെ ജനത്തെ സംരക്ഷിക്കുകയാണ്. എന്റെ സഹോദര സഹോദരി, നീ ദൈവഭയത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ ഒരു തിന്മയും നിനക്കിട്ട് അടിക്കുകയില്ല. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം ഈ ആത്മാവാണ്. നമ്മുടെ കൂട്ടായ്മകൾക്ക് ആവശ്യം ഈ ആത്മാവിനെയാണ്. നമ്മുടെ സഭയ്ക്ക് ആവശ്യം ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്. നമ്മൾ അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പോയി ആരാധനയിൽ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിന്ന് ഭയഭക്തി ആദരവോടെ നമ്മുടെ മധ്യേ രാജാവായി കടന്നു വരുന്ന ഈശോയെ നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. We worship Lord. We worship. സ്തുതി പാടും ആത്മാവിൽ വാഴും അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും. നന്ദി കർത്താവേ, ആരാധന, നന്ദി കർത്താവേ. ആരാധന. നമ്മുടെ ഏക രാജാവും ഏക കർത്താവുമായ ഈശോ ഇത് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. ഭയഭക്തി ആദരവോടെ നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ഇരുകരങ്ങളും ഉയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ദൈവവിചാരം അറ്റുപോയ എല്ലാ ജീവിതങ്ങളിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ സമൂഹങ്ങളിലേക്കും, ഈ ലോകം മുഴുവനിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. കരങ്ങൾ കൂപ്പി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഭയഭക്തി ആദരവോടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ തുറന്നു പിടിക്കുകയാണ്. യാചന രൂപത്തിൽ എല്ലാവരും കരങ്ങൾ തുറന്നു പിടിക്കുക. ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഈ തലമുറയെ വീണ്ടെടുക്കുവാനായി, ഈ കാലഘട്ടത്തെ വിശുദ്ധീകരിക്കുവാനായി, അനേകം കുടുംബങ്ങൾ ഉണർത്തുവാനായി, സഭയെ ശക്തീകരിക്കുവാനായി നമ്മൾ ഒന്നിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുൻപിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ യാചനാപുറം തുറന്നു പിടിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഒന്നിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. സഭ മുഴുവനിലും ദൈവഭയത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. സഭയുടെ കുടുംബങ്ങളിൽ, സഭയുടെ കൂട്ടായ്മകളിൽ, സഭയുടെ സമൂഹങ്ങളിൽ, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവഭയത്തിന്റെ ആത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കട്ടെ. ദൈവവിചാരം അറ്റുപോയ എല്ലാ ആത്മാക്കളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവഭയം നഷ്ടപ്പെട്ടു പോയ എല്ലാ യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങളുടെ മേൽ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ദൈവഭയത്തോടെ ജീവിക്കാൻ കൃപ നൽകണമേ. കൃപ നൽകണമേ. എല്ലാ കുടുംബസ്ഥർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചങ്കുപൊട്ടി വിളിച്ച കർത്താവേ, എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ ദമ്പതികളിലേക്കും ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാ സമർപ്പിതർക്കായി പ്രാർത്ഥിക്കുന്നു. സന്യസ്തർക്കായി പ്രാർത്ഥിക്കുന്നു. സമർപ്പിത സമൂഹങ്ങളിലേക്ക്, എല്ലാ സമർപ്പിതരിലേക്ക് പരിശുദ്ധാത്മാവേ, ഒന്നിച്ച് വിളിച്ചേ പരിശുദ്ധാത്മാവേ, ദൈവഭയത്തിന്റെ ആത്മാവായി ഇറങ്ങി വരണമേ. അവരെ പൂരിതമാക്കണമേ. എല്ലാ വന്യ വൈദികർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബഹുമാനപ്പെട്ട വൈദികരെ ദൈവഭയത്തിന്റെ ആത്മാവിനാൽ ഉണർത്തണമേ, ജ്വലിപ്പിക്കണമേ, ശക്തീകരിക്കണമേ. സഭ മുഴുവനിലും കാട്ടുതീ പോലെ ദൈവഭയത്തിന്റെ ആത്മാവ് കത്തിപ്പടരട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അതിസ്വാഭാവിക കൃപകൾ അനേകം ജീവിതങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക്, അനേകം സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ഈ ലോകം മുഴുവനിലേക്കും കർത്താവ് പകരുന്ന സമയം സ്വീകരിച്ചു വിളിക്കുന്നു. ഈശോയെ, ഈശോ, ഈശോ, ഈശോ. ശ്രദ്ധിക്കുന്നു. കൃപൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവഭയത്തിന്റെ ആത്മാവ് വർഷിക്കണമേ. ദൈവഭയത്തിന്റെ ആത്മാവ് പകരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ ഒരു നിമിഷം കോർത്തു പിടിച്ച് പരസ്പരം കോർത്തു പിടിക്കുക സഹോദരങ്ങളെ. അതിശക്തമായ അഭിഷേകം പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവ് പകരുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക മക്കളെ. ഇത് നിലവിളിക്കേണ്ട സമയമാണ്. ചങ്ക് തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിന് നൽകണമേ. എന്റെ സഹോദരങ്ങളെ, ഈ തലമുറയെ വീണ്ടെടുക്കുവാനുള്ള പ്രധാന വഴി ഈ തലമുറ ദൈവഭയത്തിൽ നിറയപ്പെടുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ ദൈവഭയം നിറയുമ്പോൾ ആ വ്യക്തി വിശുദ്ധിയോടെ ജീവിക്കും. ആ വ്യക്തി വിശ്വാസത്തിൽ വളരും. ആ വ്യക്തി വിശ്വസ്തയോടെ വ്യാപരിക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെടും. ആ വ്യക്തിയിൽ ആഴമേറിയ അനുതാപവും മാനസാന്തരവും ഉണ്ടാകും. ആ വ്യക്തിയിൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രകടമായ അനുഭവം ഉണ്ടാകും. കണ്ണുനീരോടെ പറ, കർത്താവേ, ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. ദൈവഭയത്തിന്റെ ആത്മാവിനെ നൽകണമേ. സഭ ഉണരട്ടെ. സഭ ശക്തീകരിക്കട്ടെ. സഭ നവീകരിക്കപ്പെടട്ടെ. സഭയുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ. നിങ്ങൾ തിരുവോസിയിലേക്ക് നോക്കി. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോൽ ആ ഈരടികൾ പാടി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കൂട്ടായ്മയെയും ഈ ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് ദൈവഭയത്തിന്റെ ആത്മാവിൽ എല്ലാവരും പൂരിതമാകുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പാടുകയാണ്. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, the spirit of reverence, the spirit of reverence എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ വരിക. ദൈവഭയത്താൽ ഞങ്ങൾ ഉണർത്തുക. ദൈവഭയത്താൽ ഞങ്ങൾ ഉണർത്തുക. കർത്താവാം ദൈവമേ, വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. പകരുക, പകരുക കർത്താവേ. ദൈവനിഷേധം, ദൈവദൂഷണം, പാപമ്ലേച്ഛതകൾ, വഴിവിട്ട രാജകത്വങ്ങൾ, വിശ്വാസരാഹിത്യം എല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ വിട്ടുമാറട്ടെ. ഈ ലോകവും ഈ കാലഘട്ടവും ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെടട്ടെ. 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമാമേ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോർത്ത് പിടിച്ച കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് എത്ര പേര് ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട മാക്കിലച്ചൻ, നമുക്കറിയാം ഷെക്കേന ടീം ഷെക്കേനയുടെ ഒരു ആത്മീയ പിതാവാണ് ജെയിംസ് മാക്കിലച്ചൻ. അതുപോലെ സഭയിൽ എല്ലാ വന്യ വൈദികരോട് ചേർന്ന്, സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് എന്റെ സഹോദരങ്ങളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ നമ്മൾ പ്രാർത്ഥിച്ച ഈ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവഭയത്തിന്റെ ആത്മാവ് വർഷിക്കപ്പെടുവാൻ, ദൈവഭയത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ, ദൈവഭയത്തിന്റെ ആത്മാവിനെ എല്ലാം ഉണർത്തപ്പെടുവാൻ
നവീകരിക്കപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓർത്തിപ്പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, ഈശോയേ, ഈശോ, കൃപ വർഷിക്കണമേ, കൃപ ചൊരിയണമേ, അതിസ്വാഭാവിക കൃപകൾ, അതിസ്വാഭാവിക അഭിഷേകം ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ, ദൈവ വിചാരത്താൽ ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാൻ കർത്താവേ അതിസ്വാഭാവിക കൃപകൾ 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 നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. എന്റെ സഹോദരങ്ങളെ, എത്ര വിലപ്പെട്ടതാണ് ദൈവഭയത്തോടെ ജീവിക്കുക എന്നുള്ളത്. എത്രയോ മഹത്തരമാണ് ദൈവഭയത്തിന്റെ ആത്മാവിൽ വ്യാപരിക്കുക എന്നുള്ളത്. ഇന്ന് കർത്താവിന്റെ സഭയ്ക്കും കർത്താവിന്റെ കുടുംബങ്ങൾക്കും കർത്താവിന്റെ പ്രേക്ഷിതർക്കും സമർപ്പിതർക്കും വന്യവൈദികർക്കെല്ലാം ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ദൈവഭയത്തിന്റെ ആത്മാവിനെയാണ്. ദ സ്പിരിറ്റ് ഓഫ് റെവറൻസ്. എൻ്റെ സഹോദരങ്ങളെ, 4 ദിനങ്ങൾ കർത്താവ് നമുക്ക് സമ്മാനിച്ചു. 3 ദിനങ്ങൾ കൂടെ ഇനി ശേഷിക്കുകയാണ്. എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവഭയത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പകർച്ച ലോകത്തിലും സഭയിലും സംഭവിക്കുവാൻ വേണ്ടി നമ്മൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ത്യാഗങ്ങൾ എടുത്ത് കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് ഈ ശുശ്രൂഷയിൽ കൂടുതൽ കൃപ അഭിഷേകം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരോട് ശുശ്രൂഷ പങ്കുവെച്ച് നിങ്ങൾ അനേകരെ കൂട്ടിക്കൊണ്ടുവരിക. ഇതിൻ്റെ ലിങ്കുകളെല്ലാം ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാ നിയോഗങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ. ഇതിൽക്ക് നമുക്കറിയാം, നമ്മുടെ മാക്കിലച്ഛനാണ്. അച്ഛന് വലിയ ഒരു ഉത്തരവാദിത്വം. ഇടുക്കി രൂപതയിലെ അംഗമാണ് അച്ഛൻ, നമുക്കറിയാം. അവിടുത്തെ അഭിനയ പിതാവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നെടുങ്കണ്ടം ദൈവകരുണയെ പ്രഘോഷിക്കുവാൻ, ദൈവകരുണയുടെ ഇടമായി അവിടെ ഡിവൈൻ മേഴ്സി ചാപ്പൽ, ഒരു കൊച്ചു ധ്യാന കേന്ദ്രം. ഞാൻ അവിടെ കരുണയുടെ തിരുനാൾ ബന്ധപ്പെട്ട കൺവെൻഷന് പോയിരുന്നു. ഇന്നിവിടെ നമ്മുടെ ഷെക്കൻ ന്യൂസിലെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, നമ്മുടെ സഹോദരൻ ബേബി ജോൺ കലേന്താനി ബ്രദറും ബ്രദർ തോമസ് കുമിളിയും അതുപോലെ ആന്റണി മുക്കാടൻ ബ്രദറും എല്ലാം ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഇന്ന് നാളെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ സഹോദരങ്ങൾ പ്രത്യേക അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പോലെ അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവ കരുണയുടെ തീമഴ ഈ തലമുറയിൽ പെയ്തിറങ്ങുവാൻ, അച്ഛൻ്റെ പൗരോഹിത്യ കരങ്ങൾ അതിനായി ശക്തിപ്പെടുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ടീം ഷക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ആലയത്തിന് വേണ്ടിയും നമ്മുടെ എല്ലാ മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാം പൂരിതമാകട്ടെ. നമുക്ക് കുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും സഭയിലേക്കും ലോകം മുഴുവനിലേക്കും കർത്താവേ ദൈവഭയത്തിന്റെ ആത്മാവിനെ വർഷിക്കണമേ.
ദൈവഭയത്തിന്റെ അരൂപിയെ പകരണമേ ഈശോ. ഹല്ലേലൂയ. ആത്മാവേ ഈശോയെ ഈശോയെ ഈശോയെ. നിറയണമേ ദൈവഭയത്തിൽ നന്ദി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വന്നു നിറയണമേ ഞങ്ങളെ ഉണർത്തുന്നതിനായി, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനായി, ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വന്നു നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.